സിബല്ല, എനിക്കറിയാം നന്ദനോടും എന്നോടും ഒക്കെ നിനക്ക് ദേഷ്യം ഉണ്ടാവുമല്ലേ? ഉണ്ട്, അറിയാലോ. നന്ദനോടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാ ഞങ്ങൾ ഇതിന് പിറകിൽ നിന്നത്. അവൻ അഴിയെണ്ണാൻ പാടില്ലെന്ന് കരുതിയിട്ട്. ആന്റി എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് തരണം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും കെവിന്റെയോ എന്റെയോ പേര് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ പാടില്ല. ഒരിക്കലുമില്ല. അവനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും അവന് വേണ്ടി ചെയ്ത സഹായവും ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അവൻ ഏത് അവസ്ഥയിലാകുമായിരുന്നെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ആരോട് സൂചിപ്പിക്കില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും തന്നെ ചെയ്യില്ല. ആന്റി, വാക്ക് തെറ്റിക്കരുത്. ഞങ്ങൾ കേസിലുണ്ടായിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ നന്ദനോ ആന്റിയോ പരസ്യമാക്കിയ ഞങ്ങളും പലതും അങ്ങ് മറക്കും. ബെല്ല എന്താ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് ബെല്ലയും കെവിനും ഒക്കെ എന്റെ നന്ദനെ പോലെയാ, എന്റെ മക്കള്. പോട്ടെ ആൻറ്റി, അവൾ പെട്ടെന്ന് ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. ഇത്രയും വലിയ ടെൻഷൻ പരസ്യമെന്നറിഞ്ഞപ്പോൾ സ്ഥലകാല ബോധമില്ലാതെ നിൽക്കും അവള്. ആന്റി, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ദേവികയെ ഇങ്ങോട്ട് അടുപ്പിക്കരുത്. ഒരു പകയും മനസ്സിലിട്ടോണ്ട് അവള് നടക്കുന്ന. ഇങ്ങനെ ഒരു അവസരം അവള് വിട്ടുകളയില്ല. നന്ദൻ കൊലപാതകയാണെന്ന് അവള് പോലീസിനെ അറിയിക്കും. നന്ദനെ ജയിലിലാക്കുകയും ചെയ്യും. ദേവിക അങ്ങനൊന്നും ചെയ്യില്ല മോളെ. ആന്റി കാണുന്നതിന് മുൻപ് തന്നെ അവളെ കണ്ട ആളാ ഞാൻ. നന്ദൻ ആദ്യം ഇഷ്ടപ്പെട്ടതും എന്നെ തന്നെയാ. അതിനിടയിൽ അവള് ചാടി വീണത്. MLAയുടെ മകനെ അടിച്ചെടുക്കാന്നുള്ള ഒറ്റ ഉദ്ദേശമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അത് അവള് സാധിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പൊ അവക്ക് മനസ്സിലായി ഇനി നന്ദനെ കൊണ്ട് വേറെ ഒരു പ്രയോജനവും ഇല്ലാന്ന്. അതുകൊണ്ടാ എന്നെ കൂടി ചേർത്ത് ഒരു കാരണം ഉണ്ടാക്കി അവളങ്ങ് ഇറങ്ങിപ്പോയത്. അവൾക്കിപ്പോ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇന്നിപ്പോ MLA, നാളെ മന്ത്രിയാവും, മറ്റന്നാള് മുഖ്യമന്ത്രിയോ ആവും. അവൾ അതിനുവേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. ഈ കുടുംബം നാണക്കേടിലേക്ക് പോയാലും അവൾ അവൾക്ക് വേണ്ടത് നേടിയെടുക്കും. വേണമെങ്കിൽ ഫ്ലെക്സും ബാനറും ഒക്കെ റോഡ് മുഴുവൻ കെട്ടി ആളുകളെ കൂട്ടുകയും ചെയ്യും. നോക്കിക്കോ. ബല, മതി. ആന്റിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ദേവികയെ എത്രയും അകറ്റി നിർത്തുന്നോ അത്രയും അകറ്റണം. അവൾ അപകടകാരിയാ. നന്ദനെയും ചന്ദ്രോത്ത് കുടുംബത്തെയും ഇല്ലാതാക്കാൻ അവൾക്ക് കിട്ടിയിരിക്കുന്ന സുവർണ അവസരമായത്. ആന്റി സൂക്ഷിക്കണം. വാ. ആന്റിയും നന്ദനും ടെൻഷനാവാതെ മുന്നോട്ട് പോകണം. ഒരു വിളിപ്പുറത്ത് ഞാനും ബെല്ലയുണ്ട്. എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാവും.